ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇഫ് എൽസ് സ്റ്റേറ്റ്മെന്റ്സിനെ കുറിച്ചിട്ടാണ്. അതിന്റെ സിമ്പിൾ ഇഫ് സ്റ്റേറ്റ്മെന്റിനെ കുറിച്ചിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടിട്ട് വരിക. അപ്പം ഇഫ് എൽസ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ ഇഫ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു അതൊരു ഇഫ് സ്റ്റേറ്റ്മെന്റ് ഇഫ് എന്നുള്ള ഒരു കീവേഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യും. ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യും. അതല്ലെങ്കിൽ നമ്മുടെ പ്രോഗ്രാമിൽ ഐഫ് ബ്ലോക്കിന് താഴെയുള്ള മറ്റ് സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്തിട്ട് എക്സിക്യൂഷൻ അങ്ങ് പോകും. ഇവിടെ ഇഫ് എൽസ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇഫ് സ്റ്റേറ്റ്മെന്റും ഉണ്ടായിരിക്കും, അതിനോടൊപ്പം തന്നെ ഒരു എൽസ് സ്റ്റേറ്റ്മെന്റും ഉണ്ടായിരിക്കും. ഈ ഇഫ് സ്റ്റേറ്റ്മെന്റ് നമുക്ക് ഇവിടെ അകത്തൊരു കണ്ടീഷൻ ഉണ്ടാകും. ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഈ ബ്ലോക്കിന്റെ അകത്ത് എഴുതിയിരിക്കുന്ന കോഡ് എക്സിക്യൂട്ട് ചെയ്യും. ഇത് ഫോൾസ് ആണ് വാല്യൂ റിട്ടേൺ ചെയ്യുന്നതെങ്കിൽ ഈ എൽസ് പാർട്ടിൽ എഴുതിയിരിക്കുന്ന കോഡായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുക. അതാണ് ഇഫ് എൽസ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് എൻ്റെ ഫ്ലോ ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. നമ്മളിവിടെ ഇത് പ്രോഗ്രാമിൽ ഇതിന് മുന്നേ കോഡുകൾ ഉണ്ടാവും. ഏതെങ്കിലും ഒരു പോയിന്റിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, കണ്ടീഷൻ ചെക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഇഫ് കോഡിന്റെ അകത്തുള്ള ആ സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ചെയ്യുന്നു. കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ എൽസ് കോഡിന്റെ അകത്തുള്ള കണ്ടീഷൻ എക്സിക്യൂട്ട് ചെയ്യും. ഇത് രണ്ടും എങ്ങോട്ടായിരിക്കും പോകുന്നത്, ഈ ഇഫ് എൽസ് സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞ് കിടക്കുന്ന നമ്മുടെ പ്രോഗ്രാമിലെ ബാക്കി സ്റ്റേറ്റ്മെന്റ്സിലേക്കായിരിക്കും എക്സിക്യൂഷന്റെ ആ ഫ്ലോ പോകുന്നത്. ഇതാണ് ഇഫ് എൽസ് എന്ന് പറയുന്നത്. നേരത്തെ ഇഫ് പറഞ്ഞപ്പോൾ എന്തായിരുന്നു, ഇഫ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഇഫ് പാർട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സിമ്പിൾ ഇഫിന്റെ കേസിൽ. ഇഫ് എൽസ് ആണെങ്കിൽ ഇഫ് എന്ന് എഴുതിയിട്ട് ആ കണ്ടീഷൻ ചെക്ക് ചെയ്യും. അത് ട്രൂ ആണെങ്കിൽ ഇഫ് കോഡിന്റെ അകത്തുള്ള സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യും. ഫോൾസ് ആണെങ്കിൽ എൽസ് കോഡിന്റെ അകത്തുള്ള സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുക. ഇത് രണ്ട് ബ്ലോക്കും കൂടി ഒരേ സമയത്ത് എക്സിക്യൂഷൻ നടക്കത്തില്ല. ഒന്നെങ്കിൽ ഈ ഡയറക്ഷനിലേക്ക് പോകും, അല്ലെങ്കിൽ താഴത്തെ ഡയറക്ഷനിലേക്ക് പോകും. അപ്പം നമ്മൾ നേരത്തെ ഒരു എക്സാമ്പിൾ പഠിച്ചിരുന്നു. അതിൻ്റെ എ ഗ്രേറ്റർ ദാൻ 20 എ ലെസ് ദാൻ 20 എന്നുള്ള ഒരു എക്സാമ്പിൾ ആയിരുന്നു ചെക്ക് ചെയ്തിരുന്നത്. നമുക്കത് തന്നെ നോക്കാം. എൽസ് വെച്ച് നോക്കാം. അത് നമുക്ക് എന്ത് ചെയ്യുന്നു, ആദ്യമേ പറഞ്ഞ പോലെ തന്നെ ഇത് എന്താണ്, കമന്റ് ലൈൻസ് ആണ്. ഇത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് പ്രോഗ്രാം മനസ്സിലാക്കാൻ വേണ്ടി എഴുതി വെച്ചിരിക്കുന്ന ലൈൻസ് ആണ്, സ്റ്റേറ്റ്മെന്റ്സ് ആണ്. എയിൽ 100 എന്നുള്ളൊരു വാല്യൂ നമ്മൾ അസൈൻ ചെയ്തിട്ടുണ്ട്. എയുടെ വാല്യൂ ലെസ് ദാൻ 20 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആണെങ്കിൽ ഇത് ട്രൂ ആണെങ്കിൽ മാത്രം എന്ത് ചെയ്യും, എ ഈസ് ലെസ് ദാൻ 20 എന്ന് പ്രിന്റ് ചെയ്യും. അതല്ലെങ്കിൽ എന്ത് പ്രിന്റ് ചെയ്യും, എ ഈസ് നോട്ട് ലെസ് ദാൻ 20 എന്ന് പ്രിന്റ് ചെയ്യും. എ ഗ്രേറ്റർ ദാൻ 20 എന്ന് വേണമെങ്കിൽ പ്രിന്റ് ചെയ്യും. ഇത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, വാല്യൂ ഓഫ് എ എന്ന് പറഞ്ഞ് എയുടെ വാല്യൂ പ്രിന്റ് ചെയ്യും. ഓക്കെ, അപ്പം ഇതിൻ്റെ അകത്ത് നമ്മൾ പറഞ്ഞു എ ലെസ് ദാൻ 20 ആണെങ്കിൽ ഈ സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. എ ഗ്രേറ്റർ ദാൻ 20 ആണെങ്കിൽ ഈ സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. രണ്ടിലും ഒരേ സമയത്ത് എക്സിക്യൂഷൻ നടക്കത്തില്ല. ഇതാണ് ഇഫ് എൽസ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. നമുക്കിതിൻ്റെ ഒരു എക്സാമ്പിൾ കമ്പൈലർ വെച്ചിട്ട് ചെയ്ത് നോക്കാം. അപ്പം നമുക്ക് കോഡ് എഴുതി തുടങ്ങാം. ആദ്യമായിട്ട് ഹെഡർ ഫയൽസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുക. ഞാൻ ഇവിടെ stdio.h conio.h ഇൻക്ലൂഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ മെയിൻ വോയിഡ് മെയിൻ എന്നുള്ളത് സ്റ്റാർട്ട് ചെയ്യുക. ആദ്യമേ തന്നെ എന്താണ്, വേരിയബിൾ ഡിക്ലറേഷൻ ആണ്. എൻ്റെ എ എന്ന് പറയുന്നൊരു വേരിയബിൾ ഞാൻ എടുത്തു. ഇനി CLR SCR ഡിക്ലറേഷൻ കഴിഞ്ഞിട്ട് CLR SCR സ്റ്റേറ്റ്മെന്റ് എഴുതുന്നതായിരിക്കും നല്ലത്. തുടക്കത്തിൽ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ എറർ കാണിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ ആദ്യമേ തന്നെ വേരിയബിൾ ഡിക്ലറേഷൻ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് CLR SCR എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ഉണ്ടെങ്കിൽ കൊടുക്കുക. നിങ്ങൾ മൊബൈലിൽ ചെയ്യുന്ന നേരത്തെ ഈ CLR SCRന്റെ ആവശ്യം ഇല്ല. ഇനി ഞാൻ എക്ക് ഒരു 10 എന്നുള്ള വാല്യൂ അസൈൻ ചെയ്യാണ്. ഇനി എന്ത് ചെയ്തു, നമ്മുടെ കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്യണം അല്ലെ. കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത് എങ്ങനെയായിരുന്നു, ഇഫ് കീവേഡ് എഴുതുക. അതിന്റെ കളർ മാറിയിട്ടുണ്ട്, ശ്രദ്ധിക്കുക, വെള്ള കളർ ആയിട്ടുണ്ട്. അതിന്റെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഇവിടെ ഒന്നും സ്പേസ് ഇല്ല എന്നും കൂടി ഓർത്തോളണം. എ ലെസ് ദാൻ 20 എ ലെസ് ദാൻ 20 എന്ന് കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്തു. ഇവിടെ സെമി കോളം കൊടുക്കരുത്. ഇതൊക്കെ ഓർത്ത് വെച്ചോളണം. എന്നിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, പ്രിന്റ്എഫിന്റെ അകത്ത് എന്താ എഴുതേണ്ടത്, എ ഈസ് ലെസ് ദാൻ 20 ഞാനൊരു സ്ലാഷൻ കൊടുക്കുകയാണ്. ഇപ്പോൾ സ്ലാഷൻ കൊടുത്തു പോവുകയാണെങ്കിൽ താഴെയുള്ള ലൈനിൽ പ്രിന്റ് ചെയ്ത് കിട്ടും. എ ഈസ് ലെസ് ദാൻ 20 എന്ന് എഴുതി. എന്നിട്ട് അതിന്റെ ബ്രാക്കറ്റ് കഴിഞ്ഞിട്ട് താഴത്തെ ലൈനിൽ വരിക. താഴത്തെ ലൈനിൽ വന്നിട്ട് എന്ത് എഴുതുക, എൽസ് എഴുതുക. എൽസിലും കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്യത്തില്ല. നമ്മൾ ഇഫിൽ മാത്രമേ കണ്ടീഷൻ ചെക്ക് ചെയ്യത്തുള്ളൂ. ഇഫിൽ കിടക്കുന്ന കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് കൺട്രോൾ എങ്ങോട്ട് വന്നോളും, എൽസ് പാർട്ടിലേക്ക് വന്നോളും. പിന്നെ നമ്മൾ അവിടെ ഒന്നും എഴുതി കൊടുക്കേണ്ട കാര്യമില്ല. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. എന്ത് കൊടുത്തു പ്രിന്റ് ചെയ്യാനായിട്ട്, പ്രിന്റ് എ ഈസ് ഗ്രേറ്റർ ദാൻ 20. ഓക്കെ, ആ പ്രിന്റ് ചെയ്യാനായിട്ട് കൊടുത്തു.
അതിൻ്റെ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു? നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ എയുടെ വാല്യൂ ഒന്ന് പ്രിന്റ് ചെയ്ത് കാണിച്ചു. പ്രിന്റ് വാല്യൂ ഓഫ് എ ഇസ് ഈക്വൽ ടു പെർസെൻറ്റേജ് ഡി. പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് വാല്യൂ പ്രിന്റ് ചെയ്യുന്നതെന്നൊക്കെ നേരത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു. പെർസെൻറ്റേജ് ഡി കൊടുക്കുക, ഡബിൾ കോട്ട്സ് ക്ലോസ് ചെയ്യുക, എ എന്നുള്ള വാല്യൂ വേരിയബിളിന്റെ പേര് കൊടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക? ക്ലോസ് ചെയ്യുക. അപ്പം ഞാൻ ഇവിടെ ഗെറ്റ് സി എച്ച് കൊടുക്കുകയാണ്. ഗെറ്റ് സി എച്ച് നിങ്ങൾ മൊബൈലിൽ ചെയ്യുമ്പോൾ എഴുതേണ്ട ആവശ്യമില്ല, ഞാൻ ടർബോ സി ആയതുകൊണ്ട് മാത്രം കൊടുക്കുന്നതാണ്. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ കോഡ്. ഇതാണായിട്ട് മെയിനായിട്ടും വരുന്നത്. ഇതിൻ്റെ അകത്ത് എ ലെസ് ദാൻ 20 ആണെങ്കിൽ എ ഈസ് ലെസ് ദാൻ 20 എന്നുള്ള സ്റ്റേറ്റ്മെന്റ് പ്രിന്റ് ചെയ്യും. അതല്ലെങ്കിൽ എ ഗ്രേറ്റർ ദാൻ 20 എന്നുള്ള സ്റ്റേറ്റ്മെന്റ് പ്രിന്റ് ചെയ്യും. കമ്പൈൽ ചെയ്ത് നോക്കാം. എറർ ഒന്നും വരുന്നില്ല. റൺ ചെയ്ത് നോക്കാം. എ ഈസ് ലെസ് ദാൻ 20 എന്ന് വന്നിട്ടുണ്ട്. വാല്യൂ ഓഫ് എയും പ്രിന്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇത് ട്രൂ ആണെങ്കിൽ ഈ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യും, ഇത് ഫോൾസ് ആണെങ്കിൽ ഈ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യും. ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന്, ഒന്നെങ്കിൽ ഇഫ് ബ്ലോക്ക് അല്ലെങ്കിൽ എൽസ് കോഡ്. ഇത് കഴിഞ്ഞിട്ട് പിന്നെ പ്രോഗ്രാമിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണോ കിടക്കുന്നത് അതിലേക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് കൺട്രോൾ പോകുന്നോളും. ഇതാണ് പ്രോഗ്രാം. ഇനി ഈ ഇഫിന്റെ അകത്ത് ഒരു ലൈൻ മാത്രമേ ഉള്ളൂ. ഞാനിപ്പോൾ ഇഫ് കഴിഞ്ഞിട്ട് ഒറ്റ ലൈൻ എഴുതിയിട്ടുള്ളൂ, ഒറ്റ സ്റ്റേറ്റ്മെന്റ് എഴുതിയിട്ടുള്ളൂ അല്ലെ. അങ്ങനെ ഒറ്റ സ്റ്റേറ്റ്മെന്റ് ഇഫ് കഴിഞ്ഞിട്ട് ഉള്ളൂ എങ്കിൽ ഈ ബ്രാക്കറ്റ് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, ഇഫ് കഴിഞ്ഞിട്ട് ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റ്മെന്റ്സ് വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ബ്രാക്കറ്റ് കൊടുക്കണം. ഇഫ് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ എൽസ് പാർട്ടിന്റെ അകത്ത് ഒറ്റ സ്റ്റേറ്റ്മെന്റേ വരുന്നുള്ളെങ്കിൽ ഈ ബ്രാക്കറ്റ് ഇവിടെ കൊടുക്കേണ്ട ആവശ്യം നമുക്ക് വരുന്നില്ല, കേർലി ബ്രേസസ് കൊടുക്കേണ്ട ആവശ്യം നമുക്ക് വരുന്നില്ല. കേട്ടോ, അതിൻ്റെ ആവശ്യം നമുക്ക് അവിടെ വരത്തില്ല. ഒന്ന് പ്രിന്റ് ചെയ്ത് കാണിച്ചു തരാം. ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റ്മെന്റ് വരികയാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ കേർലി ബ്രേസസിന്റെ അകത്ത് തന്നെ കൊടുക്കണം. അപ്പോൾ ഇത് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ഇഫ് എൽസ് എന്ന് പറയുന്നത്. ഞാൻ കോമൺ ആയിട്ട് നിങ്ങൾ വരുത്താൻ സാധ്യതയുള്ള കുറച്ച് എററുകൾ കാണിച്ചു തരാം. ഇവിടെ ഒരു സെമി കോളം കൊടുത്തു നോക്കാം എന്താണ് വരുന്നതെന്ന്. എറർ കണ്ടോ? പ്രസ് എനി കീ, അപ്പോൾ എറർ വരുന്നുണ്ട്. അവിടെ ഏതെങ്കിലും ഒരു കീ പ്രസ് ചെയ്തു, എൽസ് കണ്ടോ, മിസ്പ്ലേസ്ഡ് എൽസ്, അങ്ങനെ എറർ വരത്തുള്ളൂ. നമ്മുടെ വിചാരം നമുക്ക് എല്ലാ സ്ഥലത്തും കൊണ്ട് സെമിക്കോളം കൊടുക്കണം എന്നാണ്. അപ്പൊ നിങ്ങൾ എഴുതി വരുമ്പോൾ ഈ മെയിനിന്റെ ഇവിടെ കൊണ്ട് സെമിക്കോളം കൊടുക്കും, ഇഫിന്റെ ഇവിടെ കൊണ്ട് സെമിക്കോളം കൊടുക്കും, എല്ലായിടത്തും കൊണ്ട് സെമിക്കോളം കൊടുക്കും. പക്ഷെ അങ്ങനെ എല്ലായിടത്തും സെമിക്കോളം കൊടുക്കേണ്ട ആവശ്യം നമുക്ക് വരുന്നില്ല. അത് കൊടുത്തു കഴിയുമ്പോഴേക്കും എന്തായിരിക്കും എറർ വരുന്നത്? ഇങ്ങനെയായിരിക്കും, മിസ്പ്ലേസ്ഡ് എൽസ്. നമ്മൾ തിരിച്ചും മറിച്ചും ഒക്കെ നോക്കും, ഇവിടെ എന്താ എൽസ് കറക്റ്റ് ആയിട്ടാണ് എഴുതിയിരിക്കുന്നത്. പക്ഷെ എന്താണ്, ഈ ഇഫിനെ അതൊരു ഇഫ് കണ്ടീഷൻ സ്റ്റേറ്റ്മെന്റ് ആക്കി എടുത്തിട്ടില്ല സെമിക്കോളം കൊടുക്കുമ്പോൾ. അതുകൊണ്ടാണ് ഇവിടെ മിസ്പ്ലേസ്ഡ് എൽസ് എന്നുള്ള എറർ വരുന്നത്. അപ്പൊ നിങ്ങൾ ഇഫിന് സെമിക്കോളം കൊടുക്കരുത്. ഓക്കെ, അതേപോലെ തന്നെ മെയിനിന് സെമിക്കോളം കൊടുക്കരുത്. മെയിനിന് സെമിക്കോളം കൊടുത്താൽ ഡിക്ലറേഷൻ ടെർമിനേറ്റഡ് ഇൻകറക്ട്ലി. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് വരത്തില്ല. മെയിനിന് സെമിക്കോളം ഇട്ടിട്ടുണ്ടെന്നുള്ള എറർ കാണിക്കത്തില്ല. അതിന് തൊട്ട് താഴെയുള്ള ലൈനിലായിരിക്കും എറർ കാണിക്കുന്നത്. അപ്പൊ നമ്മളത് നോക്കിയാൽ മനസ്സിലാവും. ഇതുപോലെയൊക്കെയാണ് പ്രോഗ്രാമിന്റെ മെയിൻ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്. ഇത് ഇഫ് എൽസ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ഒരു കോഡും കൂടി ചെയ്ത് നോക്കാം. പോസിറ്റീവ് നമ്പർ നെഗറ്റീവ് നമ്പർ നമ്മൾ പറഞ്ഞായിരുന്നു അല്ലെ. അപ്പൊ അതും ഇതുപോലെ തന്നെയാണ്. ജസ്റ്റ് വെറുതെ ഒന്ന് ഞാനിവിടെ സ്റ്റേറ്റ്മെന്റ് കൊടുത്ത് നോക്കാം. എഴുതുക. അപ്പൊ നിങ്ങൾ ചുമ്മാ കോപ്പി പേസ്റ്റ് ചെയ്യാതെ പല തവണയായിട്ട് അങ്ങ് എഴുതുക. പല തവണയായിട്ട് അങ്ങ് എഴുതി കഴിയുമ്പോൾ എന്തായിരിക്കും, നിങ്ങൾക്ക് ആ പ്രോഗ്രാം എഴുതുന്നതിൻ്റെ ഒരു ഐഡിയ മനസ്സിലാവും. നിങ്ങൾ മൊബൈലിൽ എത്രമാത്രം ചെയ്ത് നോക്കാവോ അത്രമാത്രം ചെയ്ത് നോക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് ആ പ്രോഗ്രാം എഴുതാനായിട്ടുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. അപ്പൊ ഇത് ത്രെഡ് എ ഇസ് ഈക്വൽ ടു 10 നമ്മൾ തന്നെ കൊടുത്തു. ദെൻ ഇഫ് എ ലെസ് ദാൻ 0, എ ലെസ് ദാൻ 0 നമ്മൾ എന്ത് പ്രിന്റ് ചെയ്തു? പ്രിന്റ് എ ഈസ് നെഗറ്റീവ്, എ ഈസ് നെഗറ്റീവ് എന്ന് പ്രിന്റ് ചെയ്തു. ഓക്കെ, എൽസ് അല്ലെങ്കിൽ എന്തായിരിക്കും? എ ഈസ് പോസിറ്റീവ് അല്ലെ. ഇത് ഒറ്റ സ്റ്റേറ്റ്മെന്റ് ആയതുകൊണ്ടാണ് ഞാൻ അതിന്റെ കേർലി ബ്രേസസ് കൊടുക്കാഞ്ഞത്. ഇനി ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റ്മെന്റ് ഉണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും കൊടുത്തിരിക്കണം. അല്ലെങ്കിൽ എന്തായിരിക്കും? ഈസ് പോസിറ്റീവ്.
ഓക്കെ, എഴുതി കാണിക്കുന്നത് നിങ്ങൾക്ക് ആ കോഡ് എഴുതുന്നതിൻ്റെ ഒരു ഐഡിയ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. പ്രിന്റ് വാല്യൂ ഓഫ് എ ഇസ് ഈക്വൽ ടു, ഇവിടെ വേണം %d എന്ന് കൊടുക്കണം അല്ലേ. എയുടെ വാല്യൂ പ്രിന്റ് ചെയ്ത് കിട്ടേണ്ട സ്ഥലത്ത് നമ്മൾ %d എന്ന് കൊടുത്തു, കോമ ഇട്ടു, എ എന്നുള്ള വേരിയബിളിന്റെ വാല്യൂ കൊടുത്തു. ഓക്കെ ഓക്കെ, ഇനി നമുക്കൊന്ന് കമ്പൈൽ ചെയ്ത് നോക്കാം. എറർ ഒന്നുമില്ല. റൺ ചെയ്ത് നോക്കാം. എ ഈസ് പോസിറ്റീവ്, വാല്യൂ ഓഫ് എ ഈസ് 10. നമുക്കൊരു നെഗറ്റീവ് നമ്പർ കൊടുത്തു നോക്കാം. 10ന് പകരം -10 കൊടുത്തു നോക്കാം. ഞാനത് നെഗറ്റീവ് നമ്പർ ആക്കുവാണ്. -10 എന്ന് കൊടുത്തു. ജസ്റ്റ് കമ്പൈൽ ചെയ്യാണ്. എറർ ഒന്നുമില്ല. എൽസ് എ ഈസ് നെഗറ്റീവ്, വാല്യൂ ഓഫ് എ ഈസ് ഈക്വൽ ടു -10. ഓക്കെ, അപ്പോൾ എൽസ് പാർട്ടാണ്, എൽസ് ബ്ലോക്ക് ആണ്. ഇപ്പം ആദ്യം ഇഫ് കോഡാണ് എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത്, കാരണം ഇത് നെഗറ്റീവ് നമ്പർ ആണ്. എയുടെ വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ എൽസ് ബ്ലോക്ക് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഇനി എയുടെ വാല്യൂ ഞാൻ 0 കൊടുക്കുകയാണ്. സംഭവിക്കും നമുക്ക് നോക്കാം. കമ്പൈൽ, റൺ. ഓക്കെ, എ ഈസ് പോസിറ്റീവ് എന്നാണ് കിട്ടിയത് അല്ലെ. അതെന്തുകൊണ്ടാണ് അങ്ങനെ കിട്ടിയത്? വാല്യൂ ഓഫ് എ ഈസ് ഈക്വൽ ടു 0 എന്ന് തന്നെ കിട്ടിയിട്ടുണ്ട്, പക്ഷെ എ ഈസ് പോസിറ്റീവ് എന്നാണ് കിട്ടിയത്. അതെന്താ അങ്ങനെ കിട്ടിയത്? ആദ്യം ഇവിടെ ചെക്ക് ചെയ്യുമ്പം എ ലെസ് ദാൻ 0, എ ലെസ് ദാൻ 0 ആണോ എന്ന് മാത്രമേ നോക്കത്തുള്ളൂ. എ ലെസ് ദാൻ 0 ആണെങ്കിൽ എ ഈസ് നെഗറ്റീവ് എന്ന് കിട്ടും. എ ലെസ് ദാൻ 0 അല്ലാത്ത എല്ലാ കണ്ടീഷനും എങ്ങനെയായിരിക്കും? എൽസിലേക്കായിരിക്കും പോകുന്നത്. മനസ്സിലായോ? അതുകൊണ്ടാണ് എ ഈസ് ഈക്വൽ ടു 0 വരുമ്പോൾ ഈ എ ഈസ് പോസിറ്റീവ് എന്നുള്ള സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്ത് കിട്ടുന്നത്. മനസ്സിലായോ? അതായത് ഇവിടെ ലെസ് ദാൻ 0 എന്ന് മാത്രമേ ചെക്ക് ചെയ്യുന്നുള്ളൂ, ഈക്വൽ ടു ചെക്ക് ചെയ്യുന്നില്ല. ഈക്വൽ ടു ചെക്ക് ചെയ്യുന്നില്ല, മറിച്ച് എന്താണ്, ലെസ് ദാൻ 0 എന്ന് മാത്രമാണ് ചെക്ക് ചെയ്യുന്നത്. ലെസ് ദാൻ 0 ആണെങ്കിൽ അത് മാത്രം എൽസിലേക്ക് കയറും. ലെസ് ദാൻ 0ക്ക് അല്ലാത്ത എല്ലാം, അതായത് ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഒരു ഈക്വൽ ടു എന്ന് പറയുന്ന എല്ലാ കണ്ടീഷനും എങ്ങോട്ടേക്കായിരിക്കും പോകുന്നത്? എൽസിലേക്കായിരിക്കും പോകുന്നത്. അതാണ് എസ് പോസിറ്റീവ് നമുക്ക് പ്രിന്റ് ചെയ്ത് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ഇഫ് എൽസ് സ്റ്റേറ്റ്മെന്റിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. താങ്ക് യു.